ഈ ക്രിസ്മസ് കാലത്ത് BJPക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് കേക്കും കൊണ്ട് പള്ളികളിലേക്കും ക്രിസ്ത്യൻ പുരോഹിതന്മാരെ കാണാൻ പോകുന്ന BJP കരോൾ സംഘത്തെ ആക്രമിക്കുന്നു, കരോളുകാരെ എടുത്തിട്ട് അടിക്കുന്നു, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു, ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാതാവുന്നു. ഈ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, വലിയ ഭീകരമായ ആരോപണമാണ്. ശരിയാണോ? പ്രിയൻ, ക്രിസ്ത്യാനികളെ എന്തിനു ഞങ്ങൾ ആക്രമിക്കണം? ഇവിടെ മുനമ്പത്ത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചത് ആരാണ്? വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? MP ഉൾപ്പെടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു സംഘത്തിലാണെങ്കിൽ പോലും പറയുന്നത് സംഘമെന്നാണ് പറയുന്നത്, അല്ലാണ്ട് ഹിന്ദുക്കളുടെ സംഗമം യൂണിയൻ എന്നല്ല പറയുന്നത്. നേരത്തെ പ്രിയൻ പറഞ്ഞല്ലോ, ക്രിസ്മസിന് കേക്കും ആശംസാ കാർഡായിട്ട്, ആശംസാ കാർഡ് മാത്രമായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളിൽ പോയൊരു വ്യക്തിയാണ് ഞാൻ. അവരൊക്കെ എന്തൊരു എക്സൈറ്റഡ് ആയിരുന്നു. മോഡിജി ഞങ്ങൾക്ക് കാർഡ് കൊടുത്തയച്ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് ക്രിസ്മസ് സമയത്ത് ആരെങ്കിലും വരുന്നത് ഇവിടെ, BJPയുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഏതെങ്കിലും പാർട്ടിയുടെ ഒരാൾ ഒരു ക്രിസ്മസ് ആശംസകളായിട്ട് വരുന്നത് ആദ്യമായിട്ടെന്ന് പറഞ്ഞ് തുറന്ന മനസ്സോടെ ഞങ്ങളെ സ്വാഗതം ചെയ്യുകയും ഞങ്ങൾക്ക് കേക്കും വൈനൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ പോലും നിർബന്ധിച്ച് ഒരു സിപ്പെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞ ധാരാളം ക്രിസ്ത്യൻ സഹോദരങ്ങളുള്ളൊരു സ്ഥലമാണ്. പ്രിയനിത് മാത്രമല്ലേ കണ്ടുള്ളൂ. എന്താണ് ഇതിൻ്റെ പുറകിൽ? ഈ DYFIക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബക്കറ്റ് പിരിവ് അവരൊരു കുത്തകയാണ്. മരിച്ചു പോയ അഭിമന്യുവിന് വേണ്ടിയിട്ടുള്ള ബക്കറ്റ് പിരിവ് ഇനിയും അവസാനിച്ചിട്ടില്ല. പ്രിയന് തന്നെ അറിയാമല്ലോ, DYFIക്കാർ നമ്മുടെ വയനാട്ടിലെ മലയിടിച്ചില്ല ആൾക്കാർക്ക് വീട് പണിത് കൊടുക്കാമെന്നും പറഞ്ഞ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ ബക്കറ്റ് പിരിവ് തട്ടുകട, അതിന് പറ്റില്ല, നിയമമായിട്ട് അതിന് ഇതില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചുട്ടുകൊല്ലും ദോശച്ചട്ടിയിലിട്ടെന്ന് പറഞ്ഞവരാണ് DYFIക്കാർ. അവർ ഏത് എക്സ്റ്റെൻറ്റിലേക്കും പോകും. ഇപ്പോൾ ഇവർക്ക് ഈ സമയത്ത് ഇവരാൽ കഴിയുന്നത് ബക്കറ്റ് പിരിവ് നടത്തുക, ക്രിസ്മസ് പപ്പാഞ്ഞയുടെ വേഷമൊക്കെ കെട്ടിയിട്ട് പോവുക എന്നുള്ളതാണ്. പ്രിയനെ അറിയുന്നില്ല, ഇപ്പോൾ ആലപ്പുഴയിലല്ലേ ഒരു പള്ളിയുടെ കരോൾ സംഘത്തിനെ ഇവർ കയറി ആക്രമിച്ച് ഒരു കുഞ്ഞുൾപ്പെടെയുള്ളവരെയാണ് ഇവർ ദ്രോഹിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആക്രമിച്ച് തമ്പോറാക്കി കളഞ്ഞിരിക്കുന്നത്. അതാരും കാണുന്നില്ല. എന്തിനും BJP ക്രിസ്തു മതവിശ്വാസികളെയും അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളെ, ന്യൂനപക്ഷങ്ങളെ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്തിനാക്രമിക്കണം? എല്ലാവരെയും സ്വാഗതം ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഭാരതത്തിൽ 2 തരത്തിലെ ആൾക്കാരേ ഉള്ളൂ. ഒന്ന് BJPയിൽ പ്രവർത്തിക്കുന്നവർ, BJPയിലേക്ക് വരാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നവർ, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്. ഞങ്ങൾ എന്തിനാ അവരെ ആക്രമിക്കണം? ഇതൊരു പാർട്ടിയാണ്, ഇതൊരു മതസംഘടനയല്ല. അത് മനസ്സിലാക്കൂ. ഒരു പാർട്ടി എല്ലാവരെയും ചേർത്ത് പിടിക്കണം. ഓരോ വോട്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? നമ്മളെല്ലാ ചെറിയ ചെറിയ വീടുകൾ മുതൽ റോഡിൽ കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് വരെ പോയിട്ട് വോട്ട് തരൂ എന്ന് പറയുമ്പോൾ ആ ആളുകളെ എന്തിനും നമ്മൾ ആക്രമിക്കണം മറ്റൊരു സാഹചര്യത്തിൽ? പ്രിയൻ, പാറ്റ്നയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടായി. പാർട്ടിയുടെ യോഗമായിരുന്നു, BJPയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലെ. അമിത്ഷാജിയാണ് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്ന് എന്തോ ഇതുപോലത്തെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇരിക്കൂ, എന്നിട്ട് നിങ്ങളുടെ ബൂത്തിൽ എന്ത് വികസനം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കൂ. വികസനം, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കാം. അതിന് പകരം നാഗാലാൻഡിൽ എന്ത് സംഭവിക്കുന്നു, കാശ്മീരിൽ എന്ത് സംഭവിക്കുന്നു, കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു, അത് നിങ്ങളുടെ വിഷയമേ അല്ല. പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചാൽ നിങ്ങൾക്കെന്താ? നിങ്ങളുടെ ബൂത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലേ നിങ്ങൾക്ക് വിഷമം തോന്നേണ്ട ആവശ്യമുള്ളൂ. ആ കാര്യങ്ങൾ രാജ്നാഥ് സിംഗിന് വിടൂ, അജിത് ഡോവലിന് വിടൂ, എനിക്ക് വിടൂ, പ്രധാനമന്ത്രിക്ക്, എനിക്ക് തന്നെ അമിത്ഷായ്ക്ക് വിടൂ, പ്രധാനമന്ത്രിക്ക് വിടൂ. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ, ഈ രാജ്യത്തെ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിന് അനാവശ്യമായ ചിന്താധാരയിലേക്ക് പോകണം? നിങ്ങൾ നിങ്ങളുടെ കാര്യം ബൂത്ത് തലത്തിൽ വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് എൻ്റെ മുകളിലേക്ക് വർക്ക് ചെയ്യുക എന്നല്ലാണ്ട് ഇതുപോലത്തെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ പ്രശ്നങ്ങളൊന്നും ഞങ്ങളെപ്പോലുള്ള ചെറിയ കാര്യകർത്താക്കൾ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ചുറ്റുമുള്ള കാര്യം കഴിഞ്ഞിട്ടല്ലേ പുറത്തേക്ക് പോകുന്നുള്ളൂ. അതന്ന് എൻ്റെ മനസ്സിൽ കൊണ്ട കാര്യമാണ്. എഴുന്നേറ്റ് നിന്ന് ഞാൻ കൈയടിച്ചു. അതുകൊണ്ട് എല്ലാവരും കൈയടിച്ചു. നമ്മൾ ചെയ്യാനുള്ള നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങൾ. CAA ബില്ല് വന്നപ്പോൾ എത്ര പേര് എതിർത്തു? അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ നമ്മുടെ ചുറ്റുമുള്ള ഒരു
പീഡനമേറ്റ ഇവിടെ മതന്യൂനപക്ഷമായിരിക്കുന്ന മുസ്ലിമുകൾ ഭരിക്കുന്ന ആ രാജ്യങ്ങളിൽ നിന്ന് ന്യൂനപക്ഷമായിട്ടുള്ള ജൈനമത വിശ്വാസിയാവട്ടെ, ബുദ്ധമത വിശ്വാസിയാവട്ടെ, ഹിന്ദുക്കളാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, എല്ലാവർക്കും 2014 മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പൗരത്വം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ക്രിസ്ത്യാനികളോട് ഇത്രമാത്രം വിദ്വേഷം അമർഷം ഉണ്ടെങ്കിൽ എന്തിന് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് നമ്മൾ സിറ്റിസൺഷിപ്പ് വന്നിട്ട് അവരെ ഇവിടെ ഒരു പൗരത്വം കൊടുക്കണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് അവരെ ഒഴിവാക്കായിരുന്നല്ലോ. അല്ലെങ്കിൽ എന്തിനാണ് ഈ ബില്ല്? എന്തൊരു വസുദൈവ കുടുംബകം എന്ന് പറയൂ. ഒരു രാജ്യത്ത് പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ എല്ലാവരും തുറന്ന മനസ്സോടെ നീട്ടിയ കൈകളോടെ നമ്മൾ സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ ഇവിടെ താമസിക്കുന്നവരെ നമ്മൾ എന്തിനും ദ്രോഹിക്കണം? ഏതെങ്കിലും അത് BJPയുടെ നയമല്ല, അത് ഞാൻ ഉറച്ചു പറയുന്നു. BJPക്ക് അതിൽ യാതൊരു പങ്കുമില്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഹിന്ദു മതവിശ്വാസികൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഭാരതീയ ഹിന്ദു പാർട്ടിയുടെ ഒരു പ്രതിനിധിയല്ല ഞാൻ. പ്രിയനുമല്ല. പ്രിയൻ എനിക്കറിയാം BJPയിൽ അല്ലെങ്കിൽ സംഘത്തിൽ വിശ്വസിക്കുന്ന ഒരു യുവാവാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഭാരതീയ ഹിന്ദു പാർട്ടിയുടെയാണോ? ഭാരതീയ ജനതാ പാർട്ടിയുടെയാണ്. ഏതെങ്കിലും ഹിന്ദുക്കൾ എന്തെങ്കിലും കാണിച്ചാൽ അതിന് മുഴുവൻ BJP അല്ലെങ്കിൽ സംഘം ഉത്തരം പറയണമെന്ന് പറയുന്നതിൽ യാതൊരു ന്യായീകരണവുമില്ല. സത്യമായിട്ട് ഞാൻ പറയാണ് പ്രിയ, ഇതൊരു ഭാരതീയ ഹിന്ദു പാർട്ടി ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിൽ അംഗത്വം എടുക്കില്ലായിരുന്നു. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, SS മേൻ്റെ മകൾക്ക് എങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി പോകാൻ പറ്റും? എക്സാക്ട്ലി, SS മേൻ്റെ മകൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാരണം ഇന്ത്യൻ പൗരത്വമുള്ള ആർക്കും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടിയാണ്. പക്ഷേ BJP എന്ന് പറയുന്നത് ഒരു സെക്യുലർ പാർട്ടിയല്ല, ഹിന്ദുക്കളുടെ മാത്രം പാർട്ടിയാണ്. ഇതിൽ എന്തൊരു ന്യായീകരണമാണ് കൊടുക്കാൻ പറ്റുക? ക്രിസ്മസ് കരോളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലും കുട്ടികളൊക്കെ വരും. നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലും കേക്കോ അല്ലെങ്കിൽ 10-20 രൂപയൊക്കെ ഒരു രസമാണ്. അപ്പുറത്തെ റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്നില്ലല്ലോ എന്നും പറഞ്ഞ് കൈകൊട്ടി വിളിക്കും. അങ്ങനെ എല്ലാവരും നമ്മളുടെ ജാതി മതഭേദമന്യേ ഈ കുട്ടികളാണ് മിക്കപ്പോഴും വരുന്നത്. ഇപ്പോഴാണ് യുവാക്കളെയും മറ്റവരെയൊക്കെ കണ്ടു തുടങ്ങി. അല്ലെങ്കിൽ സാധാരണ നിലയിൽ കുട്ടികൾ തന്നെയാണ് പപ്പാഞ്ഞിയുടെയൊക്കെ വേഷം കെട്ടിയിട്ട് വരിക കേട്ടോ, ഡാൻസൊക്കെ ചെയ്യും. അപ്പം ഇങ്ങനെ ഇവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുടെ ഹാലളകിയ എന്ന് തന്നെ ഞാൻ ഉപയോഗിക്കും. LDF പ്രവർത്തകർ കാണിച്ചു കൂട്ടുന്ന ഒരു തോന്നിയവാസം തന്നെയാണിത്. ഇലക്ഷനിൽ തോറ്റു, ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അവരുടെ നഷ്ടപ്പെട്ട മുഖം തിരിച്ചെടുക്കാൻ, അതിലേക്ക് ഒരു ചർച്ച പോവാണ്ടിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പുകൾ നടത്തുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ കുറേ നാളുകൾ നമ്മൾ പറയും, കണ്ടോ BJP അങ്ങനെ ചെയ്തു, ഹിന്ദുക്കൾ ഇങ്ങനെ ചെയ്തു. കാരണം ക്രിസ്ത്യാനികൾ നമ്മളിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇലക്ഷൻ വർക്കിന് പോകുമ്പോൾ ഞാൻ ഒരാളുടെ ഒന്നും ചോദിക്കാറില്ല. ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന വികസനം മാത്രമേ ഞാൻ പറയുള്ളൂ. അത് കേട്ട് എത്ര പേരാണ് അതിൽ ആകൃഷ്ടരാകുന്നത്. അവർക്ക് ഞങ്ങൾ ഇവിടെ കാന റെഡിയാക്കുകയാണെങ്കിൽ അവിടെ കൂടെ ക്രിസ്ത്യാനികൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ റോഡ് വൃത്തിയാക്കുമ്പോൾ ഒരു മുസ്ലിം സഹോദരൻ്റെ കാർ ഇതിൽ കൂടെ ഓടിക്കാൻ പറ്റില്ല എന്ന് പറയുമോ? എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ പുരോഗമനം കൊണ്ടുവരുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ ഒരു ക്രിസ്മസ് കരോളിൻ്റെ കാര്യം പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ഹിന്ദു പേരുള്ള ഒരാൾ അതിനെ തടഞ്ഞു നിർത്തി അതിനൊരു ആക്രമണാസക്തമായി എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ പുറകിൽ BJP ആണ്, സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ്, RSS ആണെന്ന് പറയാൻ പറ്റുക? ഇപ്പോൾ പ്രിയൻ തന്നെ നേരത്തെ പറഞ്ഞില്ല, ആലപ്പുഴയിൽ എന്താ നടന്നത്? ഒരു DYFIക്കാരും ക്രിസ്മസ് കാരോളിന് നടത്തിയ ആൾക്കാരും തമ്മിൽ. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്തും കേരളത്തിൽ പാലക്കാട്, അതിലും ആരാണ് മുമ്പിൽ നിന്നത്? BJP ആണോ? അല്ല, ഡിവൈഫൈയുടെ തന്നെ കരോൾ സംഘമാണ്. പള്ളിയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പള്ളി തന്നെ പറഞ്ഞു. അപ്പൊ ഡിവൈഫൈയുടെ തന്നെ കരോൾ സംഘം ഇറങ്ങുക. അതെന്തിനാണ് അവർ ഇറങ്ങുന്നത്? കരോൾ സംഘം എന്നും പറഞ്ഞിറങ്ങുന്നത് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് മനസ്സിൽ കണ്ടിട്ടായിരിക്കും. സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. പള്ളിയിലെ പിതാക്കന്മാർക്ക് അവർക്ക് വ്യക്തമായിട്ടറിയാം അവരോടൊപ്പം ആരാ നിൽക്കുന്നതെന്ന്. ഒരു ഞാൻ കമ്മ്യൂണിറ്റി പറയുന്നില്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ബിഷപ്പ് ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, പത്മജയുടെ ജീവിതാനുഭവമാണ് ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നത്. ഞാൻ നോർത്ത് ഇന്ത്യയിലെ ബിഷപ്പുമാരൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ പത്മജ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങളാണ് ഞാൻ സാക്ഷ്യമായി പറയാൻ പോകുന്നത്. വിരോധമുണ്ടോ? ഞാൻ പിതാവെ, ഞാൻ അനുഗ്രഹീതയായി. എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു നല്ല നിലയിൽ എത്തിച്ചു തന്നത് പിതാവാണ്. അത് ഞാൻ സാക്ഷി മീറ്റിങ്ങിൽ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലത് കൊണ്ടു. അങ്ങനെ നമ്മൾ തമ്മിൽ നല്ല യോജിച്ച് പ്രവർത്തിക്കണ കാണുമ്പോൾ കല്ലുകൊടിയുള്ള ആരോ എന്നല്ല, നമ്മളുടെ ക്യാപ്റ്റൻ്റെ പാർട്ടിക്കാർ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ വീഴരുത്.
നമുക്കിവിടെ ഒരുമിച്ച് ജീവിക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും താമസിക്കാനുള്ള ഇടമുണ്ട്. ഇത്രയും വലിയ ഭൂപ്രകൃതിയാണ്. മുസ്ലിങ്ങൾക്ക് താമസിക്കാം, ക്രിസ്ത്യാനികൾക്ക് താമസിക്കാം, ജൈനന്മാർക്കും പാർസികൾക്കും ബുദ്ധിസ്റ്റുകൾക്കും എല്ലാവർക്കും താമസിക്കാം. തമിഴനും ആന്ധ്രക്കാരനും കാശ്മീരിക്കും ബംഗാളിക്കും കേരളീയനും എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാം. അതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്ന് മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ എല്ലാവരും തമ്മിലൊരു വിഷലിപ്തമായൊരു അന്തരീക്ഷം ഉണ്ടാകരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രിയ, സത്യമായിട്ടും ഈ നടന്നത് മനസ്സറിവുള്ള കാര്യങ്ങളല്ല. ഇവരുടെ കള്ളത്തരങ്ങൾ, ഇവരുടെ പരാജയത്തിനെ മാറ്റി അവരുടെ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റി വയ്ക്കുവാനും ബി ജെ പിയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മതിപ്പ് കുറച്ച് കാണിക്കാനും വേണ്ടി ഈ പാർട്ടിക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കാട്ടിക്കൂട്ടുന്ന വെപ്രാളപ്പെട്ടുള്ള ഒരവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്നറിയാണ്ട് അവർ നെട്ടോട്ടം ഓടുകയാണ്. ഇലക്ഷൻ 3 മാസം കഴിഞ്ഞ് അടുത്ത ഇലക്ഷനായി. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ബി ജെ പിക്കാരെ അവരുടെ ഒഴുക്ക്, ക്രിസ്ത്യാനികളുടെ ഒഴുക്ക്, ബി ജെ പിയിലേക്ക് വരുന്ന ഒഴുക്ക് തടയുവാൻ വേണ്ടി നല്ല മുസ്ലിമുകൾ, ഞാൻ പറഞ്ഞു ചർച്ചയിൽ പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ചേച്ചി പറഞ്ഞത് നിങ്ങളുടെ രാമനും ഒരു രാജ്യം വേണ്ടേന്ന്. അതുപോലെ നല്ല മുസ്ലിമുകൾ, ഇവിടെ ഭാരതീയനായി ജീവിക്കാൻ അറിയപ്പെടുന്ന നല്ല മുസ്ലിമുകളെയും ബി ജെ പിയിൽ തടഞ്ഞു നിർത്താൻ വേണ്ടി കാണിക്കുന്ന ഒരു ചേഷ്ട, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന അവരുടെ ഒരു ദുഷ്പ്രവൃത്തി ആയിട്ട് മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. ഇതിനും ബി ജെ പിക്കോ അല്ലെങ്കിൽ RSSനോ മനസ്സറിവുള്ള കാര്യമല്ല. ഇത് CPMൻ്റെ തലയിൽ ഉരുത്തിരിയുന്ന ഏറ്റവും നികൃഷ്ടമായ കാര്യങ്ങൾ മാത്രമാണെന്ന് പറയാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ ചാനൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്, നിങ്ങൾ ഉൾപ്പെടെ. മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ നിങ്ങളോട് പറയുന്നുമുണ്ട്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, വലിയ സന്തോഷമാണ്. പക്ഷേ ഒരു സഹായം നിങ്ങളിൽ നിന്ന് വേണം. സഹായം എന്ന് പറയുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായി ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് അമർത്തണം. അത് ചാനലും തുറന്നാൽ മതി. ഇപ്പുറത്ത് നമ്മുടെ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഉണ്ട്. ലോഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചാനൽ തുറന്നു വരും. അതിൽ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തുക. തൊട്ടുപുറത്ത് ഒരു ബെല്ല്, ഒരു മണിയുടെ ചിത്രം കൂടി, അവിടെ കൂടി ഒന്ന് വിരലമർത്തുക. സഹായിക്കുക. ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. സൗജന്യമാണ്. ഒറ്റ മിനിറ്റ് മതി.